നിങ്ങൾ തന്നെ ആദ്യത്തെ ഈ KPCCയുടെ ഞാനൊരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KPCCയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു, കൊച്ചിയിൽ പല മേയർമാരും തീരുമാനിച്ചു, നിങ്ങളെല്ലാവരും കൂടി. അത് നിങ്ങൾ തീരുമാനിച്ച മേയറെ ഞങ്ങൾക്ക് ആക്കാൻ പറ്റുമോ? നിങ്ങൾ എത്രയോ KPCCയുടെ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന്. നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു? ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു. ഈ 3 പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു, ഓരോരുത്തരുടെ പേര്. ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ, 3 പേരെയും കൂടെ ആക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് വേണം, ഗൗരവത്തോടു കൂടി വേണം, ഉറപ്പായിട്ട് വേണം. ഈ തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥി വി രാജേഷിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആശംസ അറിയിച്ചിട്ടുണ്ട്. എന്താ പ്രതികരണം? തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ വി രാജേഷിന് മുഖ്യമന്ത്രി ആശംസ അറിയിച്ചു? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ താങ്കൾ പറയുമ്പോഴറിയുന്നു. എവിടെയെങ്കിലും ഈ മുന്നണിക്ക് അപ്പുറത്തുള്ള ഒരു കൂട്ടുകെട്ട് UDF നടത്തുമോ? ഒരു കാരണവശാലും സംഭവിക്കും. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞു. ഞാനന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അപ്പം രാജിവെച്ചത്. അതാണ് നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ബന്ധവും പാടില്ല. ഒരു പിന്തുണ ഉണ്ടാവും ഇല്ല, അല്ല UDFന് പുറത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാവും. അല്ല, BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവര് അപ്പം രാജിവെച്ചോ. അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം. UDF എനിക്കറിയില്ല, അത് ഞാനൊന്നല്ലോ സംഘടനാപരമായി നടപടിയെടുക്കുന്ന ആൾ. എനിക്കറിയാൻ പാടാത്ത കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇത്രയും ജയിച്ചു വന്ന് ഇത്രയും നടക്കുമല്ലേ. നിങ്ങൾ CPM-ലും ഉണ്ട് ഇതേ തർക്കം, പല സ്ഥലത്തും ഭയങ്കര തർക്കമുണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് മാത്രം പിടിക്കല്ലേ. അന്വേഷണം എത്തരത്തിൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഈ സംവിധാനത്തിന്റെ എന്തായാലും ഒരു അന്വേഷണം നടക്കട്ടെ. ആദ്യം എന്താണ് ഈ നടക്കുന്നതെന്ന് പുറത്തു വരണ്ടേ. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ് വെളിപ്പെടുത്തുന്നത്. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ പോലീസിൽ എന്ത് നടക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. അത്രയും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി. അവരുടെ ഇടപെടലുകൾ, അനാവശ്യമായ ഇടപെടലുകൾ. ഈ വിനോദ് കുമാറിനെതിരായിട്ടുള്ള പരാതി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ലഹരി മരുന്നിന്റെ ഇടപാടുകൾ ഉൾപ്പെടെ, പരോളില് കാശ് മേടിച്ച് പരോൾ കൊടുക്കുന്നത് ഉൾപ്പെടെ, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ആക്ഷേപം വന്നിട്ടും ഇത് ഒളിച്ചു വെച്ചു. അതൊക്കെ പറയട്ടെ മുഖ്യമന്ത്രി.